ഗോപൻസ്വാമിയുടെ കല്ലറ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപെടലുകളുടെ ശ്രദ്ധേയനായി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരം സബ് കളക്ടർ. ചെറിയ പ്രായമാണെങ്കിലും ഗോപൻസ്വാമിയുടെ കുടുംബത്തോട് സംസാരിക്കുന്നതിലും മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണത്തിലുമെല്ലാം അദ്ദേഹം സ്വീകരിച്ച പക്വത സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാണ്. ഈ ചുള്ളൻ കളക്ടറെ പുറത്തെത്തിക്കാൻ സഹായിച്ച സമാധിക്ക് നന്ദി. നല്ല സ്റ്റൈലൻ കളക്ടർ, അതുപോലെ നല്ല സ്റ്റൈലൻ ഇടപെടൽ എന്നൊക്കെയാണ് കല്ലറ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കിടയിൽ സമൂഹ മാധ്യമങ്ങളിൽ കളക്ടറെ പറ്റി വരുന്ന കമന്റ്. കണ്ണൂർ ജില്ലക്കാരനായ ആൽഫ്രഡ് ഓവിയാണ് സൈബർ ലോകത്ത് ചർച്ചാ വിഷയമായിരിക്കുന്ന ചുള്ളനായ തിരുവനന്തപുരം സബ് കളക്ടർ. 2022 ബാച്ച് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ ആൽഫ്രഡ് നേരത്തെ പാലക്കാട് അസിസ്റ്റന്റ് കളക്ടറായിരുന്നു. തന്റെ 3ാമത്തെ ശ്രമത്തിലാണ് ഇദ്ദേഹം സിവിൽ സർവീസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയെടുക്കുന്നത്. 57ാം റാങ്ക് ആയിരുന്നു അന്ന് സ്വന്തമാക്കിയത്. ആദ്യ ശ്രമത്തിൽ മെയിൻസ് പരീക്ഷയിൽ പാസ്സാകാൻ സാധിച്ചില്ലെങ്കിലും കഠിനാധ്വാനം തുടർന്നു. 2ാം ശ്രമത്തിൽ 310ാം റാങ്ക് നേടിയ ആൽഫ്രഡ് ഇന്ത്യൻ പോസ്റ്റൽ സർവീസും ലഭിച്ചിരുന്നു. ആൽഫ്രഡ് ബാംഗ്ലൂരു ക്രൈസ്റ്റ് സർവകലാശാലയിൽ നിന്നാണ് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദ പഠനം പൂർത്തിയാക്കിയത്. പഠനശേഷം ഡൽഹിയിൽ 1 വർഷത്തോളം സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി നോക്കിയിരുന്നു. ബിരുദ പഠനകാലത്ത് തന്നെ സിവിൽ സർവീസിനെ കുറിച്ചുള്ള ചിന്ത മനസ്സിലുണ്ടായിരുന്നു. പഠനത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോഴും ഇഷ്ടവിനോദങ്ങളായ സിനിമ കാണാനും ടർഫിൽ ഫുട്ബോൾ കളിക്കാനുമൊക്കെ ആൽഫ്രഡ് സമയം കണ്ടെത്തിയിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം ഗോപൻസ്വാമിയുടെ വിവാദ കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത്. മരണകാരണം ഇപ്പോൾ കൃത്യമായി പറയാൻ കഴിയില്ലെന്ന് ഫോറൻസിക് സംഘം അറിയിച്ചു. മൃതദേഹത്തിൽ ക്ഷതങ്ങളോ മുറിവുകളോ ഇല്ല. എന്നാൽ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രം മരണകാരണം കൃത്യമായി പറയാൻ സാധിക്കുകയുള്ളൂവെന്നും ഡോക്ടർമാർ പോലീസിനെ അറിയിച്ചു. പ്രധാനമായും ശ്വാസകോശത്തിൽ നിന്നും ശേഖരിച്ച സാമ്പിളിന്റെ ഫലത്തിനായാണ് കാത്തിരിക്കുന്നത്. ഈ ഫലത്തെ ആശ്രയിച്ചായിരിക്കും മരണത്തിൽ അസ്വാഭാവികത ഉണ്ടോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താനാവുകയെന്ന് പോലീസ് അധികൃതർ അറിയിച്ചു.